सागर के देव को वरुण को नमन। शम्भो वरुणः शम्भो वरुणः। हरदम तैयार है, बिल्कुल तैयार है। നമസ്കാരം. നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ഇന്ത്യൻ നേവി ഡേയോടനുബന്ധിച്ച് വർഷം തോറും നടത്തി വരാറുള്ള ഇന്ത്യൻ നേവിയുടെ അഭ്യാസ പ്രകടനങ്ങളാണ് ഇപ്പോൾ ഡിസംബർ 3-ാം തീയതി തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവസാന പരിശീലനങ്ങളാണ് ഇന്ന് ഡിസംബർ 1-ാം തീയതി ഇവിടെ നടക്കുന്നത്. അഭൂതപൂർവമായ ജനത്തിരക്കാണ് ഉള്ളത്. അപ്പോൾ 3-ാം തീയതി ഇവിടെ വലിയ ട്രാഫിക് നിയന്ത്രണങ്ങളായിരിക്കും. കാരണം ഇന്ത്യയുടെ പ്രഥമ വനിത നമ്മുടെ രാഷ്ട്രപതി ഇവിടെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം നല്ല രീതിയിൽ നിയന്ത്രിക്കും. അന്ന് കാണാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ പരിശീലനം ഒന്ന് കാണാനായിട്ട് ഞങ്ങളുടെ എത്തിയത്. അപ്പോൾ മുമ്പൊക്കെ ഡൽഹിയിലായിരുന്നു ഈ പരേഡുകൾ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2022 തൊട്ട് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ തുറമുഖങ്ങളിൽ വെച്ച് ഇത് നടക്കുന്നുണ്ട്. ഒന്ന് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഈ ഒരു അവസരം ഇവിടെ ഒരുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെയുള്ള രാഷ്ട്രപതി പോലുള്ള VIP-കളെ ഇവിടെ നിന്ന് വരാതെ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഈ പ്രോഗ്രാം കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഭയങ്കര സെക്യൂരിറ്റിയും വണ്ടികളൊന്നും വിടത്തില്ല, ബൈക്കുകൾ തന്നെ കടത്തി വിടുന്നില്ല. അപ്പോൾ ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയാണിത് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം VIP-കളെ ദയവായി ഒഴിവാക്കുക. അപ്പോൾ ജനങ്ങൾക്ക് സൗകര്യമായി ഇതൊക്കെ വന്ന് കാണാനും ഇന്ത്യൻ നേവിയുടെ കരുത്ത് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. വളരെ മനോഹരമായ ഇന്ത്യൻ നേവിയുടെ കരുത്ത് വിളിച്ചോതുന്ന അഭ്യാസ പ്രകടനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൻ്റെ കാഴ്ചകളിലേക്കൊന്ന് പോകാം. ഫ്ലൈറ്റ്
ആളിനെടുക്കും. ലാൻഡിങ്ങില്ല. അപ്പോൾ ഈ വരുന്ന ഡിസംബർ 3-ാം തീയതി തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്ത് വെച്ചാണ് നമ്മുടെ ഇന്ത്യൻ നേവിയുടെ നേവി ഡേയോടനുബന്ധിച്ചുള്ള ഡെമോ അഭ്യാസ പരിപാടികൾ നടക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ നേവിയുടെ ഒരു അഭ്യാസ പ്രകടനം നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് പങ്കെടുക്കുക, ഇന്ത്യൻ നേവിയുടെ കരുത്തെന്താണെന്ന് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വൈകുന്നേരം 4 മണിക്കാണ് ഈ പ്രോഗ്രാമുകൾ തുടങ്ങുന്നത്. രാഷ്ട്രപതി പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ട്രാഫിക് നിയന്ത്രണങ്ങളുണ്ടാവും. ഇതിന് മുന്നോടിയായി നിശ്ചയിച്ചിട്ടുള്ള പാർക്കിംഗ് ഏരിയയിലാണ് നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. കൊല്ലം സൈഡിൽ നിന്ന് വരുന്നവർക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് പാർക്കിങ്ങിന് ആയിട്ട് അനുവദിച്ചിട്ടുള്ളത്. അവിടുന്ന് KSRTC സർവീസ് ഉണ്ടാവും പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക്, അതുപോലെ തിരിച്ചും ഉണ്ടാകും. ഇനി എന്നാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നേരത്തെ തന്നെ അവിടെ എത്തി ഈ സീറ്റുകൾ കിട്ടില്ല. പവലിയനിലേക്ക് ഇരിക്കണമെങ്കിൽ അതിന് പ്രത്യേകം പാസുകളൊക്കെ വേണം. പവലിയനൊക്കെ കഴിഞ്ഞ് നമുക്ക് തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകുന്ന ആ ഭാഗത്ത് വിശാലമായ കടപ്പുറത്ത് നിന്നുകൊണ്ട് ഈ അഭ്യാസ പ്രകടനങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇന്ത്യൻ നേവിയുടെ അഭ്യാസ പ്രകടനങ്ങൾ കാണാനായി ഡിസംബർ 3-ാം തീയതി തിരുവനന്തപുരത്തേക്ക് എത്തുക.
ജയ് ഹിന്ദ്.